എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പിൻട്രസ്റ്റിൽ പോയിട്ട് അതിന് വേണ്ട പിക്ചേഴ്സൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. ഇതിൽ പലതരം ടെംപ്ലേറ്റ്സും ഉണ്ട്. ബിസ്മിയും സൂറത്തും ഉള്ളതും ഉണ്ട്, ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇല്ലാത്തതാണ് എടുക്കുന്നത്. എന്നിട്ട് സെർച്ച് ഇതിൽ പോയിട്ട് ഞാൻ നിക്കാഹ്നാമ എന്ന് മാത്രം അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ബിസ്മിയും സൂറത്തും വരും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബിസ്മിയും സൂറത്തും ഒപ്പമല്ല ഒന്നാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഗൂഗിളിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവറിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിന്നൊരു റെഫറൻസിന് വേണ്ടിയിട്ട് ഞാനൊരു ഫുള്ള് എഡിറ്റ് ആയിട്ടുള്ളൊരു നിക്കാഹ്നാമ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ബാക്കി എഡിറ്റ് ചെയ്യുന്നത് ക്യാൻവയിലാണ്. ക്യാൻവയിൽ പോയിട്ട് പ്ലസ് ഐക്കണിൽ നിൽക്കി കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ട് ഡോക്യുമെൻറ്റ് A4 പോർട്രേറ്റ്. അതെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അപ്ലോഡ്സിൽ പോയിട്ട് ഈ ഒരു ബോർഡർ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ബോർഡർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ആ ഒരു സൂറത്തും ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ബോർഡർ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആ സൂറത്തും ആയത്തും സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഗൂഗിൾ ലെൻസിൽ പോയിട്ട് റെഫറൻസിനെടുത്ത് വെച്ച ആ ഒരു നിക്കാഹ്നാമ എടുത്തതിന് ശേഷം അതിൽ ആ ഒരു സൂറത്തിൻ്റെ ഒരു അർത്ഥം കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. ഐഫോണിലൊക്കെ ആണെങ്കിൽ ഗാലറിയിൽ നിന്ന് തന്നെ കോപ്പി എടുക്കാം. ആൻഡ്രോയിഡ് ഫോൺസിൽ ഗൂഗിൾ ലെൻസിൽ പോയാൽ മതി. അതിന് ശേഷം അതും ആ ഒരു സൂറത്തിൻ്റെ അടിയിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ റെഫറൻസിൽ തന്നെ ചെന്നിട്ട് അതിലൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവില്ലേ, അത് കോപ്പി ചെയ്തതിന് ശേഷം ഞാനിതൊരു ടാംപ്ലേറ്റ് രീതിയിലാണ് എഴുതുന്നത്. അവ കോപ്പി ചെയ്തതിന് ശേഷം അതിലത്തെ ഡേറ്റും വെന്യൊക്കെ കളഞ്ഞിട്ട് ടാംപ്ലേറ്റ് രീതിയിൽ എഡിറ്റ് ചെയ്തെടുക്കുകയാണ്.
ഇനി ഇതിന്നൊരു ഒരു മേരി ക്രിസ്മസ് എന്നുള്ള ഫോണ്ടാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ഇവിടെ ഈ ഒരു ഫോണ്ടിലാണ് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും നെയിം കൊടുക്കുന്നത്. ഗ്രൂം എന്ന് അടിച്ചിട്ട് കീബോർഡിൽ വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യമൊക്കെ അടിച്ചു നോക്കി. അതിന് ശേഷം പിന്നെ ഞാൻ ബ്രൈഡ് എന്ന് ഒറ്റയ്ക്ക് എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഗ്രൂമിൻ്റെ പേര് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പേരായിട്ട് അടിച്ചു കൊടുത്തു. ഇനി ഞാനിത് രണ്ടും പാടെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോർ ഐക്കണിൽ പോയിട്ട് സെലക്ട് മൾട്ടിപ്പിളിൽ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തത്. ഇനി നമുക്ക് സിഗ്നേച്ചർ സൈൻ ചെയ്യാനൊരു ഭാഗം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ലൈൻ എടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് അതിൻ്റെ കട്ടി കുറച്ചതിന് ശേഷമാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. രണ്ട് സൈഡിലും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലും ബ്രൈഡ് ഗ്രൂം എന്ന് എഴുതി കൊടുക്കുകയാണ്. ഇനി നമ്മളിത് PDF പ്രിൻ്റിലാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. പിന്നെ ഇതിനൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോയിൽ പോയാൽ ടെക്സ്ചർ പ്രിൻറ്റിലും എടുക്കുക, അല്ലെങ്കിൽ സാധാ ഗ്ലോസി പ്രിൻറ്റിലും എടുക്കുക. ടെക്സ്ചർ പ്രിൻറ്റിൽ എടുത്താലാണ് അതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അതിന് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും.